ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന 10 ഹാക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് വീട്ടിലെ ജോലികൾ ചെയ്യാന്നുള്ളതും നമ്മുടെ ഉപദേശവും നമ്മുടെ ഇൻസ്ട്രക്ഷനും. അത് അധികമായി കഴിയുമ്പോൾ അവർക്ക് ഒട്ടും തന്നെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ഒരു പേപ്പറിൽ അവർക്ക് ചെയ്യേണ്ട ഒരു 3-4 ടാസ്കുകൾ എഴുതി വെക്കുക എന്നുള്ളത്. കുറേ ജോലികൾ മാത്രമല്ല എഴുതി വെക്കേണ്ട കേട്ടോ, അവർക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യം കൂടി എഴുതിയാൽ നന്നായി. അപ്പോൾ ഇതേ നമുക്കിങ്ങനെ സാറ്റർഡേ അവധിയാണെങ്കിൽ അവർക്ക് ചെയ്യേണ്ട 3 ടാസ്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ അവർക്കൊരു ക്ലീനിങ് ടാസ്കും ഒരു ഓർഗനൈസിങ് ടാസ്കും പിന്നെ അവരെ തന്നെ സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയൊരു ടാസ്കും. ഇത് എഴുതിയിട്ട് അവർ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ കാണുമ്പോൾ അവർക്കത് ചെയ്യാൻ തോന്നും. മാത്രമല്ല നമ്മൾ കുറേ സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾക്ക് ഇറിറ്റേഷൻ വരുന്നത്. നമ്മൾ അധികം ഒന്നും സംസാരിക്കാതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കുറച്ച് പറയുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ചെയ്യും. പറയുന്ന നേരത്തെ അവർക്കൊരു ദേഷ്യം വരുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചെയ്യും. പക്ഷെ നമ്മൾ കുറേ ഉപദേശിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് ഇറിറ്റേഷനായി മാറും. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ എഴുതി ഒരു സിമ്പിൾ പേപ്പർ നമുക്കവിടെ വെച്ച് കൊടുക്കാം. കുട്ടികളുടെ പ്രായം അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ റിവാർഡ് അവർക്ക് കൊടുക്കാം. കുറച്ച് സമയം TV അധികം കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കറോ അതൊക്കെ കൊടുത്താൽ അവർ ഹാപ്പിയാവും. വൈറ്റ് ബോർഡ് കുട്ടികൾക്കും നമുക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചെറിയൊരു വൈറ്റ് ബോർഡിന് തന്നെ 250 രൂപയിലും വില വരുന്നുണ്ട്. അളവിനനുസരിച്ച് വൈറ്റ് ബോർഡിൻ്റെ വിലകളിൽ വ്യത്യാസം വരും. വീട്ടിൽ തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഇഷ്ടമുള്ളത്ര അളവിലുള്ളതും ഇഷ്ടമുള്ളത്രയും ബോർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പീൽ സ്റ്റിക്ക് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് വാങ്ങാം കേട്ടോ. ഇത് വൈറ്റ് ബോർഡിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കാർഡ് ബോർഡിൻ്റെ പീസിലേക്ക് ഈ വൈറ്റ് ഷീറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും വൈറ്റ് ബോർഡ് പോലെ തന്നെയായി. ഞാൻ ഒട്ടിച്ചിട്ട് ബാലൻസ് വന്ന പേപ്പറാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ അത് കീറിയെടുത്താൽ നമുക്ക് ബോർഡുമേക്ക് ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പഴയ വൈറ്റ് ബോർഡ് ഉണ്ട്, അതിൻ്റെ തെളിച്ചമൊക്കെ പോയെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു റോള് മേടിച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ വൈറ്റ് ബോർഡ് പോലെ തന്നെയായി. ഞാൻ 3 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയും അതിൽ പേപ്പർ ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടം പോലെ ബോർഡ് ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഞാൻ സെല്ലോൻ്റെ ബ്ലാക്ക് ബോർഡ് മാർക്കർ വെച്ചിട്ടാണ് എഴുതുന്നത്. 5 കളേഴ്സിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഇത് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എയർ കയറാതെ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ചുമരിലൊക്കെ വാൾപേപ്പർ ഒട്ടിക്കുന്ന പോലെ തന്നെ എയർ കയറാതെ ഒട്ടിക്കാനായിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ പതുക്കെ സ്മൂത്താക്കി കൊടുക്കുക. ഞാനിപ്പോൾ കിച്ചണിൽ മീൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത്. ഒരു കാർഡ് ബോർഡിൻ്റെ പീസിക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതുപോലെ മാഗ്നറ്റ് ഉപയോഗിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് നമുക്കും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതോടൊപ്പം ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അതിനെക്കാട്ടും സന്തോഷമാണല്ലേ. അപ്പോൾ കുട്ടികൾക്ക് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്കിതുപോലെ എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റ് മേടിച്ച് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കാം. റിവാർഡ് ബോക്സ് എന്നാണ് ഞാനിതിന് പേര് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് കുറേ സ്റ്റിക്കേഴ്സാണ്. ഇതാകുമ്പോൾ അധികം ചിലവും വരുന്നില്ല, എന്നാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. കുഞ്ഞൊരു ഗിഫ്റ്റ് കിട്ടിയൊരു ഫീലാണ്. അപ്പോൾ ഈ സ്റ്റിക്കർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അവർ നല്ല കുട്ടികളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റിക്കേഴ്സ് 1-2 വെച്ച് കൊടുക്കും. ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വലിയ കുട്ടികളാകുമ്പോൾ അങ്ങനത്തെ മേടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ ബോക്സ് അവർ ചെറുതായിരുന്നപ്പോൾ കൊടുത്തിരുന്ന സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടായിട്ടുള്ളത് കണ്ടില്ല ഇങ്ങനത്തെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് മേടിച്ചതിൽ നിന്ന് 1 അവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ അവരെന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഒരു റിവാർഡ് ബോക്സ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞു എന്തെങ്കിലും ഇതുപോലത്തെ വളരെ ചെറിയ എന്തെങ്കിലും ഐറ്റംസൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ നന്നായിട്ടൊക്കെ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റാമ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ പല ഡിസൈൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളുടെ ബുക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഡിസൈനൊക്കെ ആ ബുക്കിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ സ്റ്റാമ്പുകൾ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് വീണ്ടും നന്നായി പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ മോട്ടിവേഷൻ കിട്ടും. മഴക്കാലമായാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കൊതുകിൻ്റെ അല്ലേ. അപ്പോൾ കൊതുക് തിരി വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ. 2 പാത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നീളമുള്ള പാത്രവും ഒരു ചെറിയ ഇതുപോലത്തെ വീതി കുറഞ്ഞ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. അതിൽ കൂടെ നമ്മളൊരു പാനയുടെ ട്യൂബ് പോലെ ഒരു സംഭവം അതിലേക്ക് കടത്തി കൊടുത്തിരിക്കുകയാണ്. ഒരു പൈപ്പിൻ്റെ പീസ് മതി. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കൊതുക് തിരി കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടത്തി കൊടുത്തിരിക്കുന്നത്. നമ്മളിത് നന്നായിട്ട് ഗ്ലൂ ചെയ്തെല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് എല്ലാം തന്നെ അതിൽ തന്നെ കളക്റ്റായിട്ട് വന്നു. നല്ല നീറ്റായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. രണ്ടാമത് നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഐഡിയ സക്സസ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ രണ്ടാമത് അത് ഉണ്ടാക്കുകയാണ്. ഈ ഒരു പാത്രങ്ങൾ 2 കൂടി നമ്മൾ സ്റ്റിക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കൊതുക് തിരി ഇങ്ങനെ വെക്കുക. സിമ്പിൾ അല്ലേ.
കടയിലേക്ക് പോകുമ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതാതെ പോയാൽ വീട്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതനുസരിച്ച് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാത്ത കാരണം വാങ്ങുന്നതും ചിലപ്പോൾ കൂടി പോവാം, ചിലപ്പോൾ കുറഞ്ഞു പോവാം അല്ലേ. അപ്പോൾ നമുക്ക് തിരക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെൽഫ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ജോലിക്കാർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു 3-4 ഫോട്ടോ വേഗം തന്നെ എടുത്തിട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ആ ഫോട്ടോയിൽ നോക്കുക എന്തൊക്കെ വീട്ടിലുണ്ട്, എന്തൊക്കെ ഇല്ലാത്തതെന്ന് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഒതുക്കാതെ ആകെ അലങ്കോലമായിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ടും കാര്യമില്ല, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരുവിധം ഒതുങ്ങിക്കിടക്കുന്ന ഷെൽഫാണെങ്കിൽ അതിൻ്റെ 3-4 ഫോട്ടോസ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വേണ്ടി തന്നെ ഒരു സെൽഫ് ലവ് ബോക്സ് നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ വെക്കാം കേട്ടോ. ഞാൻ ഒരു ഫേസ് മാസ്കും ഒരു ഫേസ് പാക്ക്, ഇതൊരു ഐ സിറം പാച്ചാണ്. കണ്ണിൻ്റെ തടത്തിലൊക്കെ വെക്കാൻ പറ്റും, ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ്. 2 കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ വെക്കാനിങ്ങനെ ആ ഷേപ്പിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് ഈ ഒരു ഫേഷ്യൽ കിറ്റാണ്. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ വരാണ്, എനിക്ക് പുറത്തേക്ക് പോയി ഫേഷ്യലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് വാങ്ങി വെക്കും. ഇതിൻ്റെ ഉള്ളിലൊരു ക്ലെൻസറും ഒരു സ്ക്രബ്ബ്, അതോടൊപ്പം തന്നെ മസാജ് ചെയ്യാനുള്ള ലോഷൻ, ഒരു ഫേസ് പാക്ക് ഉണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് ഇടാനായിട്ടുള്ളൊരു ലോഷൻ ഉണ്ട്. പിന്നെ അതേ ഈ ഒരു സിറം ഒക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് ഗോൾഡൻ ഫേസ് പാക്കാണ്. 250 രൂപയാണ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ബ്രാൻഡിനനുസരിച്ചും പിന്നെ പേൾ അല്ലെങ്കിൽ ഗോൾഡൊക്കെ റേറ്റ് മാറ്റം വരും. പിന്നെ ഇത് ഐസ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐസ് ഉണ്ടാക്കിയിട്ട് നമുക്കതൊക്കെ ഫേഷ്യൽ ചെയ്യാം. പിന്നെ അത് ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഫേസ് മസാജറാണിത്, അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇതിൽ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റും. പിന്നെ അതേ ഇതിന് പല സെറ്റിങ്സ് ഉണ്ട്, കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും, വൈബ്രേഷൻ്റെ ഇതൊക്കെ മാറ്റാൻ പറ്റും. ഇതുപോലെ ഒരു ബോക്സിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് ഇതൊക്കെ യൂസ് ചെയ്യാം. പലപ്പോഴും നമ്മുടെ ഫോൺ നമ്മൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാൻ, ഗെയിംസ് പ്ലേ ചെയ്യാൻ, വാട്സപ്പ് യൂസ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുണ്ടാവുക അല്ലേ. പക്ഷേ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലുണ്ട്. പ്രൊഡക്റ്റീവ് ആപ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ്, റിമൈൻഡേഴ്സ്, പ്ലാനേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ആപ്ലിക്കേഷൻസ് കിട്ടും. അതുപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനും ഈസി ആയിരിക്കും. എല്ലാം കൂടി നമ്മുടെ തലയിൽ ഓർത്ത് വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെയുള്ള ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ റിമൈൻഡേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഷോപ്പിംഗ് ലിസ്റ്റ് പല സമയത്ത് നമ്മൾ എഴുതി കയ്യിലൊക്കെ വെക്കുമെങ്കിലും അത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് മറന്നു പോകും ഷോപ്പിങ്ങിന് പോകുമ്പോൾ. അങ്ങനത്തെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകളാണ് ഷോപ്പിംഗ് ലിസ്റ്റ് ആപ്പ്. ഈ ആപ്പുകളുടെ ഉള്ളിൽ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങണം അതൊക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു റെസിപ്പി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നതിൽ എഴുതി സ്വയമേ കാണിക്കും. നമുക്ക് പിക്ചേഴ്സ് എടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഷോപ്പിംഗ് ലിസ്റ്റ് ആപ്പിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റിംഗ് ഒക്കെ വീടിൻ്റെ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയുടെ വരവും ചിലവൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ബഡ്ജറ്റിംഗ് ആപ്സും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റിമൈൻഡർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് റിമൈൻഡർ ആപ്പുകൾ. ഇത് നമുക്കൊരു ഡേയിലെ കുറേ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് അലാറംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹോം ക്ലീനിങ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ട്രാക്ക് ചെയ്ത് വെക്കാം. ഓരോ ദിവസവും അതനുസരിച്ച് നിങ്ങൾക്ക് സ്കെഡ്യൂളൊക്കെ ചെയ്യാനായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈപ്പ് ആപ്പുകളുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു സ്പേസ് ഏതെങ്കിലും ഒരു കോർണറിൽ ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഇഷ്ടമുള്ളതായിരിക്കാം. നമ്മൾ കുറച്ച് നേരം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്പേസ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഫോണോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പാടില്ല കേട്ടോ. ഒന്നെങ്കിൽ സൈലൻ്റ് ആയിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ബുക്സൊക്കെ നമുക്ക് വായിക്കാം. അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുക. ചിലർക്കത് ബാൽക്കണി ആയിരിക്കാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലോ എവിടെയെങ്കിലും ഒരു സ്പേസിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെയാവാം. അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവേണ്ട ഒരു ബോക്സാണിത്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും ഇത് എവിടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും വേണം. എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അവരായിരിക്കും ചിലപ്പോൾ അത് എടുത്തിട്ട് വരിക, അപ്പോൾ അവരെയും അത് പഠിപ്പിക്കുക. ഒരു പൗച്ചിൽ ഞാൻ ബാൻഡേജസും അതുപോലെ തന്നെ ടേപ്പ് പോലത്തെ ബാൻഡേജസൊക്കെ വെച്ചിട്ടുണ്ട്. വൈപ്സ്, കോട്ടൺ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് കമൻസിൽ പറയാൻ കേട്ടോ. പിന്നെ ചെറിയൊരു ബോട്ടിൽ ഡെറ്റോൾ, ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള പൗഡർ, അതോടൊപ്പം തന്നെ ടാബ്ലറ്റ്സ് വേദനയുടെ കുട്ടികൾക്കുള്ളതും നമുക്കുള്ളതും വെച്ചിട്ടുണ്ട്. ഇത് ആൻറ്റിസെപ്റ്റിക് ഓയിൽമെൻ്റ് ആണ്. ഞാനതൊരു ഡബ്ബയിലാക്കി വെച്ചാട്ടോ അതിൻ്റെ ട്യൂബ് കേടായപ്പോൾ.
ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വരുമ്പോൾ അത് കൂടാതിരിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽമെൻ്റ് ആണ് ഇത് ബേൺ ഹീൽ എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഡെൻഡോ ജെൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ഉള്ളിലൊക്കെ പല്ലിൽ ഒക്കെ വരുന്ന മുറിവുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലാണത്. ഇങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് മെഡിസിൻസ് മാത്രം നമ്മൾ ഈ ബോക്സിൽ വെച്ചാൽ മതി. പലപ്പോഴും വീട്ടിലെ ജോലികളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും എല്ലാം നോക്കി ബിസി ആയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും പുറത്തോട്ട് പോകാനും നമ്മളെ തന്നെ കെയർ ചെയ്യാനും ഒന്നും നമുക്ക് തോന്നാതാവും കേട്ടോ. ഒരു ഏജ് എത്തി കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പായ ഒരു ഫീലാണ് വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് യാത്രകൾ പോകാമെന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, എങ്ങോട്ടെങ്കിലും പോകാം. ചെറിയൊരു യാത്രയായാലും ഒന്ന് പുറത്ത് പോയി ഒന്ന് റിഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ മൈൻഡ് കുറേയും കൂടി റിലാക്സ് ആവും. അപ്പോൾ വേറെ വീട്ടിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നമ്മളൊന്ന് പറഞ്ഞ് ചെറിയ യാത്രകൾ എന്തെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ ആ പോകുന്ന സമയത്ത് മാക്സിമം നല്ല രീതിക്ക് ആസ്വദിക്കാനും കൂടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സന്തോഷമുള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ 10 ടിപ്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻസിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.